സോണ്ട് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ ലീവായുടെ ടീമിന്റെ തൊട്ടു പുറകിലായിട്ട് ആ ടൈറ്റൻ അതാണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് പാഞ്ഞടുക്കുകയാണ്. പെട്രയാണെങ്കിൽ വീണ്ടും വീണ്ടും ക്യാപ്റ്റൻ ലീവായോട് ചോദിക്കും, അത് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു, നമ്മൾ എന്താ ചെയ്യുക? 3D ഗിയർ മാനുവൽ അത് ഉപയോഗിക്കട്ടെ ചോദിക്കും. പക്ഷെ ലീവായ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ അവരുടെ ചെവി അടച്ചു വെക്കാനായിട്ട് പറയും. ഉടനെ അവർ ചെവി പൊത്തിപ്പിടിക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ലീവായ ആണെങ്കിൽ വലിയൊരു ബുള്ളറ്റ് പൊട്ടിക്കുകയാണ്. ശബ്ദ സിഗ്നലോ അത് കണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയും ചുറ്റുമുള്ളവരെല്ലാവരും ഞെട്ടും. ക്യാപ്റ്റൻ ലീവായ ആണെങ്കിൽ അവരോട് ചുറ്റുമുള്ള സോൾജിയേഴ്സിനോട് പറയും, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അവന്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് മെയിൻ. സോ നിങ്ങളുടെ ജീവൻ കൊടുത്തും അവനെ പ്രൊട്ടക്ട് ചെയ്യണം. ആണെങ്കിൽ അപ്പോഴായിരിക്കും വലിയൊരു തിരിച്ചറിവുണ്ടാവുക. അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു കോപ്സ് എല്ലാവരും അവനെ നിയന്ത്രിക്കാനല്ല, മറിച്ച് അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവനോടൊപ്പം ഉള്ളത്. നമ്മൾ ഒരു കാരണവശാലും മുൻപോട്ടേക്ക് വെച്ച കാല് പിൻപോട്ടേക്ക് മാറില്ല. സോ നമ്മൾ സ്പീഡിൽ മുൻപോട്ടേക്ക് തന്നെ പോവും. ഇവിടെ ഹീറോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആ ടൈറ്റൻ അവരുടെ തൊട്ടു പിന്നിലുണ്ട്. പിക്കപ്പ് സോൾജിയേഴ്സ് ആ ടൈറ്റന്റെ അടുത്തേക്ക് വന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ആ ഒരു ബാക്കപ്പ് സോൾജിയേഴ്സിനോട് അവിടുന്ന് പോകാനായിട്ട് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയം ഒരു സോൾജിയർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഹീറോയോട് പറയും, നീ പുറകോട്ട് നോക്കി സമയം കളയരുത്. കുതിരയുടെ സ്പീഡ് അത് കുറയാൻ പാടില്ല. എത്രയും വേഗം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തണം. സ്ക്വാഡിലുണ്ടായിരുന്ന ഒരു സോൾജിയറിനെ ആ ടൈറ്റനാണെങ്കിൽ കൊന്നു കളയുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ഇനി ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവൾ മനസ്സ് വെക്കുകയാണെങ്കിൽ അവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് പെട്രോ ആണെങ്കിൽ ദേഷ്യപ്പെടും, നിന്നോട് എത്ര തവണ പറഞ്ഞു പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. മുൻപോട്ടേക്ക് നോക്ക്. അതിന് ഹീറോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ കണ്ട് അവരെ രക്ഷിക്കാൻ തോന്നാത്തത്? അതിന് ലിയോ പറയും, നമ്മുടെ കമാൻഡറിന്റെ ഓർഡർ അതിപ്പോൾ നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. നമ്മുടെ ലക്ഷ്യം അതാണ് എല്ലാത്തിലും വലുതാണ്. നിനക്കിതൊന്നും മനസ്സിലാവാത്തത്. തൽക്കാലം നീ മുൻപോട്ടേക്ക് പോകാനായിട്ട് പറയും. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ചിന്തിക്കും, ഞാൻ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരുടെ ഒന്നും സഹായമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവന്റെ ടൈറ്റൻ ഫോമിലേക്ക് മാറാനായിട്ട് കൈ കടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പെട്രോ ആണെങ്കിൽ അത് കണ്ട് ദേഷ്യപ്പെടും, ഓ നോ, നീ എന്തായി ചെയ്യണേ? ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആ ടൈറ്റൻ ഫോമിലേക്ക് പോകില്ല എന്ന്. എന്നിട്ട് വീണ്ടും നീ അത് ധിക്കരിക്കുകയാണോ? ഇപ്പോ ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ഹീറോയെ നോക്കും, നിന്നെ ഞാൻ കുറ്റം പറയില്ല. എത്ര വലിയ കൂട്ടിൽ ബന്ധിച്ചാലും നിന്റെ ഇമോഷൻസ് അതടക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നിനക്ക് വേണമെങ്കിൽ ടൈറ്റനായി മാറാം. പക്ഷേ അതിനുശേഷം ഉണ്ടാവുന്നത് എന്നല്ല, ആർക്കും തന്നെ തടുക്കാനായിട്ട് കഴിയില്ല. നിനക്ക് രണ്ട് ഓപ്ഷൻസ് നിന്റെ മുൻപിലേക്ക് ഞാൻ വെക്കുകയാണ്. ഒന്ന്, നിനക്ക് നിന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ വിശ്വസിച്ച് നീ ഞങ്ങളോടൊപ്പം നിൽക്കുക. ഇവിടെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലീവായി അവൻ വീണ്ടും ഹീറോയെ വാൺ ചെയ്യും. പിന്നീട് കുറ്റബോധം ഉണ്ടായിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഹീറോ തിരിഞ്ഞു നോക്കും. അവസാനത്തെ ആ ഒരു സോൾജിയറിനെയും ഇപ്പോ അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വീണ്ടും ആ ഒരു ടൈറ്റൻ ഫോമിലേക്ക് മാറാൻ ശ്രമിക്കും. അത് കണ്ട് പെട്രയാണെങ്കിൽ അവനോട് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഞങ്ങളെ വിശ്വസിക്കേ. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പോൾ ഹീറോയെ നിർത്തിക്കൊണ്ട് ലീവായും സോൾജിയേഴ്സും കണ്ണാടി പെണ്ണും അവരെല്ലാവരും അവന് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. നിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞാൽ പോലും നീ വീണ്ടും റീജനറേറ്റ് ചെയ്തു വരും. സോ നിന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ തകർക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് ഹീറോ പറയും, എന്റെ ബോഡി എങ്ങനെയാണ് റീജനറേറ്റ് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. അതിനാ കണ്ണാടി പെണ്ണാണെങ്കിൽ ഹീറോയോട് പറയും, കുഴപ്പമില്ല, നമുക്കതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞ് അവനുമായിട്ട് ഒരു കിണറ്റിൻ കരയിലേക്ക് വരും. അതിനുശേഷം ഹീറോയെ കിണറ്റിലേക്ക് ഇറക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് പറയും, ഞാൻ മുകളിലേക്ക് സിഗ്നൽ കൊടുക്കും, ആ സമയത്ത് നീ ഒരു ടൈറ്റനായി മാറണം. അതിനവൻ ഓക്കെ പറഞ്ഞ് കിണറ്റിന്റെ താഴെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൾ സിഗ്നൽ കൊടുക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ കയ്യിൽ ശക്തമായി കടിച്ച് ടൈറ്റനായി മാറാൻ ശ്രമിക്കുകയാണ്. എന്റെ കൺട്രോൾ ഇനിയും നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും ലീവായും അദ്ദേഹത്തിന്റെ സ്ക്വാഡും ചേർന്ന് എന്നെ ഇല്ലാതാക്കും. കട്ട് ചെയ്ത ഇവിടെ സിഗ്നൽ കൊടുത്ത് ഒരുപാട് നേരമായിട്ടും ആ കിണറ്റിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അവർക്ക് തോന്നില്ല. അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ഇപ്പോൾ ലീവായോട് ചോദിക്കും, സിഗ്നൽ കൊടുത്തത് അവൻ കണ്ടില്ലേ? അതിന് കമാൻഡർ പറയും, അവനത് കണ്ടിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ആവുമെന്ന് 100% നമുക്ക് ഉറപ്പില്ലല്ലോ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും ഇപ്പോൾ കിണറ്റിന്റെ അരികിലേക്ക് വന്ന് താഴേക്ക് നോക്കും. അപ്പൊ രക്തം അങ്ങനെ തുളുമ്പിയിരിക്കുന്ന നമ്മുടെ ഹീറോയെ കാണുകയാണ്. അവൻ നിസ്സഹായതയോടുകൂടെ അവരോട് പറയും, ഞാൻ ശ്രമിച്ചു, പക്ഷെ ഒരു ടൈറ്റായി മാറാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ എല്ലാവരും ഹായ് ആയിട്ട് തീയൊക്കെ കുടിക്കുകയാണ്. ലീവായി ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിന്റെ കയ്യിലെ പരുക്ക് അത് ഇതുവരെ കരിഞ്ഞില്ല അല്ലേ? എന്നെക്കൊണ്ട് ഒരു ടൈറ്റനും ആയി മാറാനായിട്ട് സാധിച്ചില്ല. അതിന് ഹീറോ പറയും, അതെ, എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കിത് പറ്റുന്നില്ല. അത് കേട്ട് ലീവായി പറയും, അങ്ങനെ സംഭവിച്ച വാൾമറയിലുള്ള എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടും. സോ ഏത് വിധത്തിലും നീ ഈ പ്രശ്നം പരിഹരിച്ച് ടൈറ്റനായി മാറണമെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കുന്ന അറിയില്ല. ഉടനെ മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ലീവായുടെ ഇടയിൽപ്പെടാതെ ഹീറോയോട് പറയും, സത്യത്തിൽ ഇതാണ് ഏറ്റവും നല്ലത്. വെറുതെ നിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഹീറോ ആണെങ്കിൽ പതിയെ ഒരു സ്പൂൺ എടുക്കാനായിട്ട് ശ്രമിക്കും. അവന്റെ കയ്യിൽ നിന്ന് ആ സ്പൂൺ താഴെ പോവും. അതെടുക്കാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം ഇടിമിന്നൽ പോലെ എന്തോ ഒന്ന് വന്ന് അവന്റെ ചുറ്റുമുണ്ടായിരുന്നവരെ അങ്ങനെ ദൂരേക്ക് തെറിപ്പിച്ച് കളയാണ്. ഹീറോ ആണെങ്കിൽ ഈ പാവം പോലും അറിയാതെ ഒരു ടൈറ്റൻ ആവാനായിട്ട് തുടങ്ങും. ചുറ്റുമുണ്ടായിരുന്നവർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ക്യാപ്റ്റൻ ലീവായ് അതിൽ നിന്ന് തടയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ഇപ്പോൾ വെളിവാക്കപ്പെടുക. സിഗ്നൽസ് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോക്ക് തോക്ക്. ആക്ച്വലി സിഗ്നൽസ് കണക്ട് ചെയ്യുന്ന ബുള്ളറ്റ്സ് അതിൽ ലോഡ് ചെയ്ത് അത് പൊട്ടിക്കുക. സോ അതിലൂടെ സിഗ്നൽസ് ഏത് ഡയറക്ഷനിലേക്ക് പോകണോ അവിടേക്ക് പോകും. ബുള്ളറ്റിൽ റെഡ് കളറാണ് പൊട്ടുന്നതെങ്കിൽ ടൈറ്റൻസിനെ കണ്ടു. അതല്ല ഗ്രീൻ കളർ ആണെങ്കിൽ അവർ മറ്റൊരു ദിശയിലേക്ക് മാറുന്നു. സാധനത്തിൽ ഇത് ബ്ലാക്ക് കളർ, അത് അബ്നോർമൽ ടൈറ്റൻ. ഇതാ പ്രസന്റ് കാണിക്കും. ഇപ്പൊ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മുടെ ഹീറോയെ കുറ്റപ്പെടുത്തുകയാണ്. നീ എന്തിനാണ് ഇപ്പൊ ടൈറ്റനായി മാറിയും ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ കണ്ണാടിപ്പണ്ണിന് മാത്രം അവന്റെ ആ ഒരു ടൈറ്റൻ ഫോം കൊണ്ട് ഒരുപാട് ആക്രാന്തം തോന്നുകയാണ്. അവളാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഇവിടെ അവരെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ലീവായി ആണെങ്കിൽ അവരെ സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൺട്രോൾ പോയ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കണ്ണാടി പെണ്ണാണെങ്കിൽ ഞാൻ നിന്റെ ഈ ഒരു ബോഡി ഒന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന്റെ ബോഡിയിൽ തൊടും. വാവ്, തൊലിയില്ലാത്ത നിന്റെ ബോഡിക്ക് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ് അവൾ ആനന്ദാശ്രുക്കളൊക്കെ പൊഴിയിച്ച് അങ്ങനെ ആ ബോഡിയിലേക്ക് തന്നെ നോക്കും. നിന്നെ കൊണ്ട് ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നീ അതിന്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കുന്നത് വരെ നീ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല നിനക്ക് നിന്റെ കൈ പൊള്ളുന്നില്ല. അവളുടെ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോയ്ക്ക് അവനവന്റെ കൈ അത് വലിച്ചെടുക്കുകയാണെങ്കിൽ അതില്ലാതാവുമെന്ന് മനസ്സിലാകുക. സോ അവനാണെങ്കിൽ അവന്റെ കൈ വലിച്ചെടുക്കും. അടുത്ത നിമിഷം ആ ഒരു വലിയ ടൈറ്റൻ രൂപം അതങ്ങനെ ഡിസപ്പിയർ ആവും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ലീവായോട് പറയും, ടൈറ്റൻ ഫോമിലേക്ക് അപ്രത്യക്ഷമായി പോയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അപ്പോഴാണ് മറ്റുള്ളവർക്ക് എന്റെ മേലുള്ള വിശ്വാസം, അവർക്ക് എന്റെ മേലുള്ള ആറ്റിറ്റ്യൂഡ് അതെല്ലാം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. അത് കേട്ട് ലീവായി ആണെങ്കിൽ അവനോട് പറയും, അതെ, എല്ലാവർക്കും നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. സത്യത്തിൽ ഞാൻ എന്റെ ടീമിലേക്ക് ക്ഷണിക്കുന്ന കോപ്സ് അവരവരുടെ ആദ്യ ദൗത്യം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യത്തിലും സംശയം ഉളവാക്കുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം മുൻപോട്ടേക്ക് പോകാനെന്ന് പറയുമ്പോൾ വേറൊരു സോൾജിയർ ആണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പോ കണ്ണാടി പെണ്ണ് പ്രധാനപ്പെട്ട എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ഒത്തുകൂടുമ്പോൾ കണ്ണാടി പെണ്ണാണെങ്കിൽ ഇപ്പോ ആ ടൈറ്റൻ പിടിച്ചിരുന്ന സ്പൂൺ എടുത്ത് കാണിക്കും. ആക്ച്വലി നമ്മുടെ ഹീറോ പയ്യൻ അവൻ ടൈറ്റനായി മാറിയപ്പോൾ ടൈറ്റൻ പിടിച്ചിരുന്ന സ്പൂണാണിത്. ആക്ച്വലി ഞാൻ ഇവന്റെ ടൈറ്റൻ ബോഡിയിൽ തൊട്ടപ്പോൾ നല്ല ചൂട് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ നിനക്കും ചൂട് അനുഭവപ്പെട്ടില്ലേ? ചൂട് നല്ല രീതിയിൽ ഉണ്ടായിട്ടും മെറ്റൽ പീസ് അത് ഉരുകുകയോ ഇതിന് രൂപമാറ്റം സംഭവിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നീ ടൈറ്റൻ ആവുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിന്നിൽ ചേഞ്ച് സംഭവിച്ചിരുന്നോ? അതിനവൻ പറയും, സത്യമായിട്ടും പ്രത്യേകിച്ച് ചേഞ്ചസ് സംഭവിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു സ്പൂൺ നിലത്ത് നിന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു ടൈറ്റനായി മാറിയത്. അത് കേട്ട് അവള് പറയും, അതെ, നീ ഈ ഒരു സ്പൂൺ എടുക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ നീ മുൻപ് ടൈറ്റനായി മാറിയത് ബാക്കിയുള്ള ടൈറ്റൻസിനെ നശിപ്പിക്കാനും ആ വലിയ പാറ എടുക്കാനും ആ ഒരു തകർന്നുപോയ ഗേറ്റ് അടയ്ക്കാനുമാണ്. സോ നിനക്ക് സ്വന്തം ശരീരം കടിച്ചു മുറിച്ചാൽ മാത്രം ഒരു ടൈറ്റനായി മാറാൻ കഴിയില്ല. വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടെ നീ ഫോക്കസ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിനക്കൊരു ടൈറ്റനായി മാറാൻ കഴിയൂ. അത് കേട്ടവൻ ഞെട്ടും. നീ പറഞ്ഞതില് കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു സ്പൂൺ എടുക്കുമ്പോൾ ടൈറ്റനായി മാറുന്നത് അതെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ അവരെല്ലാവരും അവരുടെ കൈ കടിച്ചു നോക്കുകയാണ്. അവർക്കും ടൈറ്റനായി മാറാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് ടൈറ്റനായി മാറാൻ കഴിയുന്നില്ല. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒരുപാട് ദേഷ്യം തോന്നും. ഉടനെ പെട്രോ പറയും, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. പെട്ടെന്ന് ഞങ്ങൾ നിന്നെ അവിശ്വസിച്ചു പോയി. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. അത് ഞങ്ങൾ മനസ്സിലാകുന്നു. നീ അറിഞ്ഞുകൊണ്ടല്ല ഒരു ടൈറ്റനായി മാറുകയെന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്നെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, ഗൈഡ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് നിന്നിലുള്ള വിശ്വാസം പോലെ നിന്റെ വിശ്വാസവും ഞങ്ങളിൽ ഉണ്ടാവണം. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പെട്രാണെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങളെ വിശ്വസിക്കാനായിട്ട് അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ കുതിരപ്പുറത്ത് ഇരുന്ന് തന്നെ മുൻപോട്ടേക്ക് പോകും. ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ ഒരു ടൈറ്റൻ അവരുടെ തൊട്ട് പുറകിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം കമാൻഡർ ആണെങ്കിൽ ഫയർ ഉച്ചത്തിൽ അലറും. അടുത്ത നിമിഷം കമാൻഡറിന് അസിസ്റ്റൻസ് ഷൂട്ട് ചെയ്തും റോപ്പുകൾ ഉപയോഗിച്ചും ഇപ്പൊ ആ ഒരു ടൈറ്റൻ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. കമാൻഡർ ആണെങ്കിൽ അവരോട് പറയും, അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പോവാണ്. ടീമിന്റെ ചുമതല അതെൽട്ടാണ് ഇനി ഏറ്റെടുക്കേണ്ടതെന്ന് പറയും. എയറിനെ ആ ഒരു ടൈറ്റന് മുൻപിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റി നിർത്താൻ പറഞ്ഞ് ഇപ്പോ ലീവായി ആണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകും. ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സോൾജിയർ ആണെങ്കിൽ ഹീറോയോട് പറയും, നീ കണ്ടോ, അതിന് ഞങ്ങൾ ജീവനോടുകൂടെ പിടിച്ചിരിക്കുകയാണ്. സോ ഞങ്ങളെ അത്ര വില കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ പിൻഭാഗത്തുള്ള സോൾജിയേഴ്സ് അവരുടെ ജീവത്യാഗം കൊണ്ടാണ് നമുക്ക് ഇതിനെ ജീവനോടുകൂടെ പിടിക്കാൻ കഴിഞ്ഞത്. ഇനി ഈ ടൈറ്റിന്റെ ഉള്ളിലുള്ളത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.